എന്റെ പത്രിക തള്ളാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഞാനൊരു വനിതയായതുകൊണ്ടാണോ എന്റെ പത്രിക തള്ളിയത്? എനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്റെ പത്രിക തള്ളിയത്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. ആ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് സാന്ദ്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹികളും ഭരണാധികാരിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. പ്രസിഡന്റ്, ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചത്. ഇതിൽ ഒരു പത്രിക തള്ളുകയുണ്ടായി. പ്രസാദ് കാളിദാസൻ ചേരുന്നു. എന്താണ് സംഭവിച്ചത്? MS വലിയ രീതിയിലുള്ളൊരു വാഗ്വാദം തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആ ഒരു ആസ്ഥാനത്ത് ഉണ്ടായത് എന്ന് തന്നെ പറയാം. കാരണം സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ ഒരു സാഹചര്യം കൂടിയാണ്. ആ പത്രിക തള്ളിയതിനെ തുടർന്ന് സാന്ദ്ര തോമസ് കടുത്ത രീതിയിൽ ആ ഒരു അസോസിയേഷൻ ഭാരവാഹികളെ വിമർശിക്കുക കൂടിയുണ്ടായി. അതായത് അവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാരണം എന്ന് പറയുന്നത് 3 സിനിമകളിൽ കൂടുതൽ അല്ലെങ്കിൽ 3 സിനിമകൾ നിർമ്മിച്ചാൽ മാത്രമേ മത്സരിക്കാനാകൂ എന്നുള്ളതാണ്. സാന്ദ്ര തോമസ് ആകെ 2 സിനിമകളെ നിർമ്മിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാരണമാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. കാരണം സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ കീഴിൽ അവർ 2 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ അത് അങ്ങനെ തന്നെയാണ്, നമുക്കതിനെ തള്ളാനാവില്ല. എന്നാൽ സാന്ദ്ര തോമസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ 9ഓളം സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ അവർ പങ്കാളിയായിട്ട് പല സിനിമകളും അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിരവധി സിനിമകൾ, ജനശ്രദ്ധേയമായ നിരവധി സിനിമകളും ഇഷ്ടപ്പെടും. പ്രേക്ഷകർക്ക് പോലും അറിയാം താൻ എത്ര സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് പോലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അവർ 2 സിനിമ മാത്രം പരിഗണിച്ചാണ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക തള്ളിയത് എന്നുള്ളതും കൂടിയാണ് അവർ പറഞ്ഞത്. ഇതേ മാനദണ്ഡമുള്ള മറ്റൊരു പ്രൊഡ്യൂസർ, ഇപ്പോൾ നിലവിൽ ജനശ്രദ്ധേയനായ സിനിമകൾ നിർമ്മിച്ച മറ്റൊരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെ പേരും കൂടി അവർ സാന്ദ്ര തോമസ് ചൂണ്ടിക്കാട്ടി. അതായത് വിശാഖ് സുബ്രഹ്മണ്യത്തിനെ സംബന്ധിച്ച് വിശാഖ് സുബ്രഹ്മണ്യവും താനും ഒരേ മാനദണ്ഡം പാലിക്കുന്ന ആളുകളാണ്. അതായത് വിശാഖ് സുബ്രഹ്മണ്യവും ഇത്തരത്തിലുള്ള 2 ബാനറുകളിലായി 2 വീതം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെ പത്രിക അവിടെ സ്വീകരിക്കുകയുണ്ടായി. തന്റെ പത്രിക തള്ളുന്ന ഒരു സാഹചര്യമാണ്. ഇതെന്ത് നീതിയാണ്? ഇത് അനീതി തന്നെയാണ് എന്നുള്ളതാണ് സാന്ദ്ര തോമസ് ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആസ്ഥാനത്ത് വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദം തന്നെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് ആണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അത് അവർ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ ഒരു പത്രിക തള്ളാൻ കാണിച്ച ഒരു കാരണം അവരുടെ ബൈലോ പ്രകാരം ഇത്തരത്തിൽ പറയുന്നു എന്നുള്ളതും കൂടിയാണ്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും സാന്ദ്ര തോമസ് നൽകിയ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. എക്സിക്യൂട്ടീവ് അംഗത്തേക്ക് മത്സരിക്കാനായി സാന്ദ്ര തോമസ് നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടില്ല. അതുകൊണ്ട് അവർ ആ ഒരു സ്ഥാനത്തേക്ക് ആ ഒരു പത്രിക തള്ളാതെ തന്നെ അവർ അതിലേക്ക് മത്സരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതും കൂടി സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, താൻ പ്രസിഡന്റായി തന്നെ മത്സരിക്കും. അതിന് മത്സരിക്കാൻ വേണ്ടി താൻ നിയമത്തിന്റെ ഏതറ്റം വരെയും താൻ പോരാടും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതും കൂടിയാണ് സാന്ദ്ര തോമസ് ഇന്ന് വ്യക്തമാക്കിയത്. സാന്ദ്ര തോമസിന്റെ ഒപ്പം നിർമ്മാതാവായിട്ടുള്ള ഷീല കുര്യനും കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ അവിടെ വലിയ രീതിയിലൊരു വാഗ്വാദം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഏകദേശം കയ്യാങ്കളിയിലേക്ക് കടന്നേനെ എന്ന് വരെ ചിന്തിച്ചു പോയി. അത്തരത്തിലുള്ള ഒരു വാഗ്വാദം തന്നെയായിരുന്നു അവിടെ നടന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ എന്തായാലും മത്സരിക്കും. ട്രഷറർ സ്ഥാനത്തേക്ക് അത്രത്തോളം ഇല്ലെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ എന്തായാലും മത്സരിക്കും. അതിനുവേണ്ടിയാണ് ഇനി തന്റെ നിയമ പോരാട്ടം എന്നുള്ളതും കൂടിയാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. ഈ 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. MS സിനിമകൾ മാത്രം നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിക്ക് പത്രിക സമർപ്പിക്കാനും ആ പത്രിക സ്വീകരിക്കാനും കഴിയുന്നുവെങ്കിൽ തനിക്ക് എന്താണ് ഒരു വിവേചനം എന്നുള്ള ചോദ്യത്തിന് എന്തായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മറുപടി? അത് തീർത്തും അകാരണമായ അല്ലെങ്കിൽ അന്യായമായൊരു മറുപടി തന്നെ എന്നുള്ളതാണ്. കാരണം അവിടെ വലിയൊരു ഗുണ്ടായിസമാണ് അവിടെ നടന്നത് എന്നാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. ആ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുമല്ലോ അവിടെ വലിയൊരു ഗുണ്ടായിസമല്ലേ നടന്നത് എന്ന് സാന്ദ്ര തോമസ് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അത്രത്തോളം ഒരു വാഗ്വാദം അവിടെ നടന്നിരുന്നു. ആ ഒരു ആസ്ഥാനത്ത് മൊത്തം ഗുണ്ടായിസമാണ്, ഗുണ്ടകളാണ് നിരന്നിരിക്കുന്നത് എന്നുള്ളതാണ് സാന്ദ്ര തോമസ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ
അസോസിയേഷനിലെ ഭാരവാഹികൾ ഇതിന് കൃത്യമായൊരു കാരണം, അല്ലെങ്കിൽ തനിക്ക് ബോധ്യപ്പെടാവുന്ന ഒരു കാരണമല്ല പറഞ്ഞത് എന്നുള്ളതാണ്. കാരണം ബൈലോ ആണ്, ബൈലോയിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആ ഒരു കാരണം അത്രത്തോളം ഇതിനെ ഈ ഒരു നടപടി, ഈ ഒരു പത്രിക തള്ളാൻ മാത്രം പോകുന്ന ഒരു കാരണമല്ല എന്നും കൂടി സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പ്രിസൈഡിംഗ് ഓഫീസർ, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രിസൈഡിംഗ് ഓഫീസറുടെ ആവശ്യമില്ല എന്നുള്ളതൊക്കെ ബൈലോയിൽ പറയുന്നുണ്ട്. എന്നാൽ എന്നിട്ട് പിന്നെയും പ്രിസൈഡിംഗ് ഓഫീസറെ കൊണ്ടുവന്നു എന്നുള്ള ചില വാദങ്ങൾ കൂടിയാണ് സാന്ദ്ര തോമസ് ഈ ഒരു സാഹചര്യത്തിൽ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി കടുത്തൊരു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്ലെങ്കിൽ അവരുമായി ഒരു വലിയൊരു കടുത്ത പോരാട്ടത്തിനും നിയമ പോരാട്ടങ്ങൾക്കും ഒക്കെ തന്നെയാണ് സാന്ദ്ര തോമസ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വ്യക്തമാകുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ തീർച്ചയായും മത്സരിക്കും, അതിനുവേണ്ടിയാണ് താൻ പോരാട്ടത്തിനായി ഇറങ്ങുന്നത് എന്നുള്ളതും കൂടിയാണ്. അതേസമയം എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് സാന്ദ്ര തോമസ് നൽകിയ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടില്ല എന്നുള്ളതല്ല, തള്ളിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് അംഗം എന്ന ആ ഒരു സ്ഥാനത്തേക്ക് അവർക്ക് മത്സരിക്കാൻ ഇപ്പോൾ നിലവിൽ യോഗ്യതയുണ്ട്. പത്രിക തള്ളാത്തൊരു സാഹചര്യം തന്നെയാണ്. പക്ഷെ അവർക്ക്, അല്ലെങ്കിൽ സാന്ദ്ര തോമസിനെ സംബന്ധിച്ച്, സാന്ദ്ര തോമസ് ഇറങ്ങിയത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് വലിയ രീതിയിലൊരു കോക്കസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. വനിതകൾക്ക് അത്രത്തോളം പ്രാതിനിധ്യം നൽകാത്ത രീതിയിലുള്ള ഒരു കോക്കസാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും, താൻ മത്സരിച്ച് വിജയിക്കും. ഇവിടെ വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെയും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൻ എന്തായാലും മത്സരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. നിയമ പോരാട്ടത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് സാന്ദ്ര തോമസ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തന്നെ താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. MS. ശരി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക ബൈലോയിലെ കാരണങ്ങൾ സൂചിപ്പിച്ച് തള്ളിയിരിക്കുന്നു. തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് അവിടെ പ്രതിഷേധമുയർത്തിയിരിക്കുന്നു. ഈ കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സാന്ദ്ര തോമസ് സൂചിപ്പിച്ചിരിക്കുന്നു. പ്രസാദ് കാളിദാസാണ് റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴ ചേർത്തല തിരോധാന കേസുകളിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ്. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലുള്ള കുളത്തിൽ നിന്ന് വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന്